ഞാൻ ഇച്ചിരി മുരിങ്ങയ്ക്ക വാങ്ങിച്ചു. വണ്ടിക്കാരിതിലേ കൊണ്ടുപോകാറ് കഴിയുന്നു. നല്ല മാതളമുള്ള മുരിങ്ങയ്ക്ക കേട്ടോ. എല്ലാവരും വിചാരിക്കും മുരിങ്ങയ്ക്ക ആർക്കും അറിയത്തില്ലയോ തോരൻ വെക്കാനാണ് ഇതിപ്പോൾ പൊട്ടിക്കുന്നത്. ഇതിൻ്റെ മാതളം എടുക്കാൻ മിക്കവാറും ഉള്ളവർക്കൊന്നും അറിയത്തില്ല. അതുകൊണ്ട് ഈ മുരിങ്ങയ്ക്ക തോരൻ വെക്കത്തില്ല ആരും. ഇതിപ്പോൾ എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചത് കേട്ടോ. ഇതിങ്ങനെ 3 പരിപ്പായിട്ട് കിട്ടും. ഞാനിതിങ്ങനെ ഉണ്ടോ, ഇതിങ്ങനെ ഇങ്ങനെ മാതളം 3 പരിപ്പാക്കി ഞാൻ വെച്ചേക്കുക. ഇനി ഇതെടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിങ്ങോട്ട് വെച്ചിട്ട് ഒരു സ്പൂൺ എടുക്കണം. നല്ല വായ്ക്ക് നല്ല മൂർച്ചയുള്ള സ്പൂൺ വേണം എടുക്കാൻ. ഉരുണ്ടിരിക്കുന്ന സ്പൂൺ എടുത്താൽ ഒക്കത്തില്ല. ഒരു പാത്രത്തിലോട്ട് വെച്ചിട്ട് ഇതിങ്ങനെ അമർത്തി ഇങ്ങനെ പിടിക്കണം. എന്നിട്ട് ഇത് പുറമോട്ട് ഇതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പുറമോട്ട് വലിക്കണം. ഒരു ശകലം പോലും മുറിയത്തില്ല. ഈ പരിപ്പ് ഇങ്ങനെ നമുക്ക് ചീവിയെടുക്കാൻ പറ്റും. നല്ല മൂർച്ചയുള്ള സ്പൂണേ പറ്റത്തുള്ളൂ, ഇല്ലാത്ത ഒക്കത്തില്ല. ഇത് അമർത്തി പിടിക്കണം, എന്നാലേ ഈ പരിപ്പ് മൊത്തത്തിൽ കിട്ടത്തുള്ളൂ കേട്ടോ. ഇതിങ്ങനെ പുറമോട്ട് അടുത്ത കൈകൊണ്ട് ഈ മുരിങ്ങയ്ക്ക ഇങ്ങനെ പുറമോട്ട് വലിക്കണം. എന്നാലും നടുങ്ങിങ്ങനെ ഇതെല്ലാം നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റും. ഒട്ടും പാടില്ലാതെ നമുക്ക് മുരിങ്ങയ്ക്ക എടുക്കാൻ പറ്റും. ഇതിൻ്റെ മാതളം നിറച്ച് മാതളമാണ് മുരിങ്ങയ്ക്ക. ഇതിങ്ങനെ എടുക്കാൻ പറ്റും. എന്നിട്ട് നമുക്കിത് അരിഞ്ഞ് തോരൻ വെക്കാം. കണ്ടോ, ഒട്ടും മുറിയത്തേ ഇല്ല ഈ മുരിങ്ങയ്ക്ക. ഇങ്ങനെ നമ്മളെടുത്താൽ നമുക്കതെല്ലാം എടുത്തിട്ട് ഞാനൊന്ന് കാണിക്കാം നിങ്ങളെ. മുരിങ്ങയ്ക്ക ഞാനിവിടെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഉണ്ടോ, അതിന് വേണ്ടുന്നത് കൊച്ചുള്ളിയാണ്. കൊച്ചുള്ളി ആകുമ്പോൾ നല്ല രുചിയാകും. വെള്ളുള്ളിയും ചേർക്കാം. വെള്ളുള്ളി ചേർക്കുന്നതിന് ശകലം മധുരം കാണും. 2 എരിവുള്ള പച്ചമുളകാണെങ്കിൽ 2-3 പച്ചമുളക് മതി. നമ്മുടെ മുരിങ്ങയ്ക്ക എടുക്കുന്ന അളവനുസരിച്ച് നമുക്ക് എരിവും അതിൻ്റെ ഉപ്പും അതിൻ്റെ ഐറ്റങ്ങളെല്ലാം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യും. അല്പം വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്, കരിയാപ്പില, നല്ല ഒരു ഉണക്കത്തേങ്ങ. കണ്ടോ, ഇച്ചിരി മുരിങ്ങയ്ക്ക ഉള്ളെങ്കിൽ 1/2 മുറി തേങ്ങ തേച്ചാൽ മതി, എടുത്താൽ മതി. തേങ്ങയ്ക്കകത്ത് ഇട്ടിട്ട് ഇതെല്ലാം കൂടെ നല്ല ഉണക്കൊന്ന് കൈ കൊണ്ടത് ഞെവിടണം. കടു വറക്കുന്നതിന് മുമ്പ് ഇതെല്ലാം ഇടുന്നത്. ഇത് പരിചയപ്പെടുത്താൻ നിങ്ങളെ വേറെ ഞാനൊന്ന് എടുത്ത് വെച്ചത്. അല്പം ഉപ്പും കൂടി ഇതിൻ്റെ കൂടി ഇടുകയാണ്. അതിൻ്റെ കൂടെ അല്പം മഞ്ഞൾപ്പൊടി. ഇത് എവിടെ കഴിഞ്ഞാൽ ഈ തേങ്ങയുടെ പാലൊന്ന് ഇറങ്ങും. നല്ലവണ്ണം കൊണ്ട് ഞെവിടിയിട്ട് ഇപ്പം മുരിങ്ങയ്ക്ക ഇഷ്ടം പോലുള്ള സമയമില്ലയോ. ഇവിടെ ഞങ്ങൾക്ക് 1 കിലോ മുരിങ്ങയ്ക്ക 30 രൂപ കൊടുത്തപ്പോൾ കിട്ടി. നല്ല മുരിങ്ങയ്ക്കായാണ്. നമ്മുടെ നാട്ടിലെ മുരിങ്ങയ്ക്ക അല്ല. കണ്ടോ, ഇത് നല്ലവണ്ണക്കൊന്ന് കൈ കൊണ്ടൊന്ന് ഞെവിടി ഇതിനകത്ത് ഈ തേങ്ങാപ്പാലൊന്ന് ആ മുളകും ഉള്ളി എല്ലാം അതിനകത്ത് നിന്ന് പിടിക്കട്ടെ. ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അല്പം വെളിച്ചെണ്ണ നമുക്ക് ഒഴിക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് കടുക് വറുത്ത് നോക്കിയിടാം. കടുക് ഇട്ടു. കടുക് പൊട്ടി ഉള്ളി കടുക് വറുത്താണ് ഉണ്ടാക്കിയത്. കൊച്ചുള്ളി, കറിവേപ്പില, ഉള്ളി നല്ലവണ്ണം ചുമന്ന് കഴിയുമ്പോൾ അരിഞ്ഞു വെച്ചേക്കുന്ന മുരിങ്ങയ്ക്ക ഉണ്ടല്ലോ, അതെല്ലാം അതിനകത്തിലോട്ട് ഇടാം കേട്ടോ. നല്ലവണ്ണമൊക്കെ വഴന്ന് കഴിയുമ്പോൾ നമ്മൾ ഈ എവിടെ വെച്ചേക്കുന്ന അരപ്പുണ്ടല്ലോ, തേങ്ങായ, ഉള്ളി, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത്ര ഐറ്റം നമ്മൾ ഇതിനകത്തോട്ട് ഇടുക. മുരിങ്ങയ്ക്ക നല്ലവണ്ണം നമ്മളെ കടു വറുത്ത എണ്ണയ്ക്കകത്തിട്ടൊന്ന് വഴറ്റണം കേട്ടോ. അതിന് ഇതിലൂടെ നല്ലവണ്ണമൊക്കെ ഒന്ന് ഇളക്കിയിട്ട് ഇതിനകത്ത് ഉപ്പിട്ടിട്ടുണ്ട്. ഞാൻ അരപ്പിനകത്ത് ഉപ്പിട്ട് ഇളക്കി വെക്കുക. ഇത് നല്ലവണ്ണമൊക്കെ ഒന്ന് ഇളക്കി അത് തല്ലിപ്പൊത്തി ഒന്ന് വെക്കാം. എന്നിട്ട് തീരെ സിമ്മിലിടുക. ഒരല്പം കൈവെള്ളം തളിക്കുക കേട്ടോ.
കൈവെള്ളം ഒന്ന് ചെറുതായിട്ട് തെളിച്ചിട്ട് ചെറിയ തീയിലിട്ടിട്ട് ഇതൊന്ന് അടച്ച് വെക്കാം നമുക്ക്. ആവി വരട്ടെ. മുരിങ്ങയ്ക്കാത്തോരൻ ഞാൻ ഒന്നുകൂടെ ഒന്ന് ഇളക്കി ഇട്ടായിരുന്നു, അത് കാണിക്കാൻ പറ്റിയില്ല. കൂടെ ചെറുതായിട്ടൊന്ന് ഇളക്കി ഇട്ടാൽ മതി. കണ്ടോ, മുരിങ്ങയ്ക്കാത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു മുരിങ്ങയ്ക്കാത്തോരൻ. മുരിങ്ങയ്ക്കയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാൻ വേണ്ടി ഞാൻ പറയേണ്ടതല്ലോ. ഇതിങ്ങനൊന്ന് വെച്ച് നോക്കിയിട്ട് നിങ്ങളൊന്ന് രുചിച്ച് നോക്കിയേ. നിങ്ങൾ പിന്നെ മുരിങ്ങയ്ക്ക വരുന്ന ഒന്നും വെറുതെ പെടത്തില്ല കേട്ടോ. ഉപ്പുണ്ടെന്ന് നോക്കട്ടെ. ഇപ്പോൾ കണ്ട് സൂപ്പറാണ്. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും പ്രയോജനപ്പെട്ട ഒരു വീഡിയോ ആണ്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.